സോഷ്യൽ കമൻട്രി ഒരു ലെയറായിട്ട് ഒരുവിധം എല്ലാ കൃഷാന്ത് പടങ്ങളിലും ഉണ്ടെങ്കിലും ഇവിടെ സംഭവം കുറച്ചുകൂടെ എഴുത്തിൻ്റെ പാറ്റേണുകളെ വിമർശിക്കുന്ന രീതിയിലാണ് പോകുന്നത്. ജഗദീഷ് അവതരിപ്പിക്കുന്ന മൈത്രേയൻ എന്ന എഴുത്തുകാരൻ അരിക്കുട്ടനോട് നമുക്ക് ഒരു ഷേക്സ്പീരിയൻ ഡയലമ കൊണ്ടുവരാൻ പറ്റിയാൽ കഥയ്ക്ക് ഒരു ഡെപ്ത് കിട്ടിയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. സീരീസിനുള്ളിൽ തന്നെ നമുക്ക് യൂഷ്വലി ആളുകൾ ഏത് രീതിയിലാണ് കഥാപാത്രങ്ങളെ എഴുത്തിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നത് എക്സ്പോസ് ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു അത്. ശരിക്കും സംഭവിച്ചത് എന്താണ്, എഴുതി പിടിപ്പിച്ച് പൊലിപ്പിച്ചത് എന്താണ് എന്നത് ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മളെ കാണിച്ചു തരുന്നതും ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നായകന്മാർ ചെയ്യുന്ന ഗ്യാങ്സ്റ്റർ പരിപാടികൾ പാലുകടത്തും പൂക്കച്ചവടവും ഒക്കെയാണ്. സിനിമകളിൽ കാണുന്ന ആണത്ത പരിപാടിയുമായിട്ട് അത്ര ഒത്തുപോകാത്ത ഫീൽഡുകളാണത്. ഒരു ഘട്ടത്തിൽ അൽത്താഫ് എന്ന കഥാപാത്രം പറയുന്നുണ്ട്, പാലും പൂവുമായി ഇനി മെത്തയുടെ ബിസിനസ് കൂടെ നോക്കിയാൽ നമുക്കൊരു ആദ്യ രാത്രി ലോബി ആകാൻ പറ്റുമെന്ന്. പിന്നെ ഇതിൽ നായകന്മാരുടെ മോശം അവസ്ഥ കാണിക്കുന്ന പല സീനുകൾക്കും വളരെ സീരിയസ് ആയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് കൊടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ സീരിയസ് ആയിട്ട് പറയുന്ന കോമഡി ആയിട്ട് പ്രേക്ഷകന് തോന്നുന്ന ഡയലോഗുകൾ ഒന്ന് റീകൺഫേം ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കോമഡി ആക്കുന്ന ഒരു പരിപാടിയുണ്ട്. കൃഷാന്ത് എന്തായാലും അതിന് നിന്നിട്ടില്ല.